അശോകവനികയിൽ ഒരു മരത്തിനു മുകളിൽ ഇരുന്നുകൊണ്ട് ഹനുമാൻ സ്വാമി വളരെ ശ്രദ്ധയോടെ പ്രഭു ശ്രീരാമന്റെ മോതിരം താഴെ മാതാ സീതയ്ക്ക് നേരെ പതിയെ ഇട്ടുകൊടുത്തു. മാതാ സീത ആ മോതിരം എടുത്ത് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് തന്റെ പ്രാണനാഥനായ ശ്രീരാമന്റെ മോതിരം തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ മാതാ സീത ഇങ്ങനെ ചിന്തിച്ചു, ഈ മോതിരം എങ്ങനെ ലങ്കയിലെത്തി? അതേസമയം ഹനുമാൻ സ്വാമി പ്രഭു ശ്രീരാമന്റെ മഹിമകളെയും ഗുണങ്ങളെയും പ്രകീർത്തിച്ച് പാടാൻ തുടങ്ങി. ഈ ദിവ്യമായ സ്തുതി കേട്ടപ്പോൾ മാതാ സീത ചോദിച്ചു, ആരാണ് നിങ്ങൾ? എന്റെ മുന്നിൽ വരൂ, എന്തിനാണ് മറഞ്ഞു നിൽക്കുന്നത്? ഹനുമാൻ സ്വാമി പെട്ടെന്ന് മരത്തിൽ നിന്ന് വിനയത്തോടെ താഴെ ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, മാതേ, ഞാൻ പ്രഭു ശ്രീരാമന്റെ ദൂതനാണ്. ഹനുമാൻ എങ്കിലും സംശയം മാറാതെ മാതാ സീത പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും മായാവിയോ അപകടകാരനോ ആയിരിക്കും, എനിക്ക് തെളിവ് തരൂ. വളരെ എളിമയോടെ ഹനുമാൻ സ്വാമി മറുപടി പറഞ്ഞു, മാതേ, ഞാൻ പ്രഭു ശ്രീരാമന്റെ ഒരു എളിയ ഭക്തൻ മാത്രമാണ്. എന്റെ വാക്കുകൾ വിശ്വസിക്കാൻ വേണ്ടിയാണ് പ്രഭു ശ്രീരാമൻ സ്വയം ഈ മോതിരം എനിക്ക് തന്നുവിട്ടത്. ആദ്യം മാതാ സീതയ്ക്ക് പൂർണ്ണ വിശ്വാസം വന്നില്ല. എന്നാൽ ഹനുമാൻ സ്വാമി പ്രഭു ശ്രീരാമന്റെ ദിവ്യ രൂപത്തെയും സവിശേഷതകളെയും കുറിച്ച് വിശദമായി വർണ്ണിക്കാൻ തുടങ്ങിയപ്പോൾ മാതാ സീതയുടെ എല്ലാ സംശയങ്ങളും ഇല്ലാതായി. ഹനുമാൻ സ്വാമി തന്റെ പ്രിയനാഥന്റെ യഥാർത്ഥ ദൂതനാണെന്ന് മാതാ സീതയ്ക്ക് ബോധ്യമായി. രാമദൂതൻ ഹനുമാൻ സ്വാമിയുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ ജയ് ബജ്രംഗ്ബലി എന്ന് ടൈപ്പ് ചെയ്യൂ. ജയ് ബജ്രംഗ്ബലി.